കേരളത്തിൽ ഹിന്ദുക്കൾ ഒരുമിക്കണമെന്ന് ആര് പറഞ്ഞാലും അവൻ വർഗീയവാദിയാണ്. എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഒരുമിക്കണം എന്നതിന് വ്യക്തമായ കാരണമുണ്ട്. അത് അനധികൃതമായി ഒന്നും നേടാനല്ല, മറിച്ച് ഹിന്ദുവിനും ആത്മാഭിമാനമുണ്ട് എന്ന് കാണിക്കാനാണ്. ഹിന്ദുക്കൾക്കും മതപരമായി മുറിവേൽക്കും എന്ന് കാണിക്കാൻ. ഈ വാചകങ്ങൾ എന്റെയല്ല, ഇത് മുൻ സൈനികനായ ഭാസ്കരൻ നായർ അജയന്റേതാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറിപ്പ് തന്റെ ഫേസ്ബുക്കിൽ എഴുതാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദു പെൺകുട്ടികളെ, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഹിന്ദു പെൺകുട്ടികളെ ബുർഖ ധരിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ച ഒരു സ്കൂൾ, ആ സ്കൂൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. ആ സ്കൂൾ സാക്ഷാൽ ആദിത്യനാഥ്, യോഗി ആദിത്യനാഥ് ഇടപെട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഭാസ്കരൻ നായർ അജയൻ ഞാൻ ആദ്യം പറഞ്ഞ വാചകം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വ്യക്തമായി വായിക്കാം. അത് വായിക്കുമ്പോൾ അത് വായിക്കുന്ന ഓരോ ഹിന്ദുവിനും മനസ്സിലാകും ഹിന്ദുവിന് എന്തുകൊണ്ട് സ്വാഭിമാനം ആവശ്യമാണ്. അതുപോലെ തന്നെ എന്തു പറഞ്ഞാലും ഹിന്ദുവാണ് എന്ന അഭിമാനം കൊള്ളണം, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഐക്യമില്ല, ഹിന്ദുക്കൾ ഒന്നാകണം എന്നൊക്കെ പറയുന്നവരെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നവരും മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ശബ്ദം വേണം എന്ന് പറയുന്നതിന്റെ കാരണം എന്ത് എന്ന് നമുക്ക് അത് എന്താണ് എന്ന് കേൾക്കാം. അടച്ചുപൂട്ടി സീൽ വെച്ചു. ഹിന്ദു പെൺകുട്ടികളെ ബുർഖ ധരിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ച സ്കൂൾ യോഗി അടച്ചുപൂട്ടി സീൽ വെച്ചു. എന്നാൽ കേരളത്തിലോ? കേരളത്തിൽ പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ ഹിന്ദു സ്ത്രീകളുടെ നെറ്റിലെ സിന്ദൂരം മാച്ച് തലയിൽ തട്ടമിടിച്ച് കാറ്ററിംഗ് ജോലി ചെയ്യിപ്പിച്ച ഗ്രീനോക്ക് ഇപ്പോഴും അതേ പല്ലവി തുടരുന്നു. കേരളത്തിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഒരുമിക്കണം? അനധികൃതമായി ഒന്നും നേടാനല്ല, മറിച്ച് ഹിന്ദുക്കൾക്കും ആത്മാഭിമാനമുണ്ട് എന്ന് കാണിക്കാൻ, ഹിന്ദുക്കൾക്കും മതപരമായി മുറിവേൽക്കും എന്ന് കാണിക്കാൻ ഉത്തർപ്രദേശിലെ ഗോണ്ട ജില്ലയിലുള്ള നോളജ് ബീം അക്കാദമി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പൂട്ടി സീൽ ചെയ്തു. ഓസ്നി ബുസൂർ ഗ്രാമത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളാണിത്. 12ാം ക്ലാസ് വരെയോ 8ാം ക്ലാസ് വരെയോ ക്ലാസുകൾ നടത്താൻ ആവശ്യമായ യാതൊരുവിധ സർക്കാർ അംഗീകാരവും ഉണ്ടാകാത്ത ഒരു സ്കൂളാണ്. മുൻപ് സ്കൂൾ അടച്ചുപൂട്ടാൻ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നതാണ്. 2026 ഓഗസ്റ്റ് 15 സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കിടയിൽ ഏകദേശം ഒരു 4-5 ഹിന്ദു വിദ്യാർത്ഥിനികളെ ബുർഖ ധരിപ്പിച്ച് ഭോജ്പുരി, ഹരിവാൻവി, ബോളിവുഡ് സിനിമാ ഗാനങ്ങൾക്ക് നൃത്തം ചെയ്യിപ്പിച്ചു എന്നാണ് വിവാദം. എന്തായാലും വിവാദം കനത്തതോടെ സ്കൂൾ മാനേജർ പരസ്യമായി മാപ്പ് അപേക്ഷിച്ചിരുന്നു. എങ്കിലും ജില്ലാ ബേസിക് വിദ്യാഭ്യാസ ഓഫീസർ അമിത് കുമാർ സിംഗിന്റെ നിർദ്ദേശപ്രകാരം ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ റിയാസ് അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂളിലെത്തി പരിശോധന നടത്തി. സ്കൂൾ കെട്ടിടം അടിയന്തരമായി പൂട്ടി സീൽ ചെയ്യുകയാണ്. നിലവിൽ അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ സമീപത്തുള്ള മറ്റ് അംഗീകൃത സ്കൂളുകളിലേക്ക് മാറ്റാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് യുപിയിലെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്നതാണ്. എന്നാൽ ഇതിനേക്കാൾ ഭയാനകവും ഹിന്ദുമതത്തെയും മതേതരത്വത്തെയും വ്രണപ്പെടുത്തുന്നതുമായ സംഭവം കേരളത്തിലുണ്ടായി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 10-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള ഇരിങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ ഓക്ക് കൺവെൻഷൻ സെന്ററിൽ കാറ്ററിംഗ് ജോലിക്കെത്തിയ ഹിന്ദു സ്ത്രീകളുടെ സിന്ദൂരം മായ്പിച്ച് തലയിൽ തട്ടം ഇടുവിച്ച് ജോലി ചെയ്യാൻ കൺവെൻഷൻ സെന്റർ ഉടമ നിർബന്ധിപ്പിച്ചു എന്ന് ജനം ടിവിയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. തുടർന്ന് കാറ്ററിംഗ് ജോലിക്ക് എത്തിയ പാവം ഹിന്ദു സ്ത്രീകൾ തങ്ങളുടെ നെറ്റിലെ സിന്ദൂരപ്പൊട്ട് മാച്ചു കളയാനും നിർബന്ധപൂർവ്വം തലയിൽ തട്ടമിട്ട് ജോലി ചെയ്യാനും നിർബന്ധിതരാകുകയായിരുന്നു. ഇതിനെതിരെ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നുവെങ്കിലും ലീഗ് ഭരിക്കുന്ന കേരള മണ്ണിൽ ലീഗ് പറയുന്ന നിയമങ്ങൾ പോലെ ഒരു കേസോ അന്വേഷണമോ ഉണ്ടായില്ല എന്ന് അറിയുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ ഉടമ പറഞ്ഞത് സ്ത്രീകൾ സ്വയം എടുത്ത തീരുമാനമാണ് എന്നും കൺവെൻഷൻ സെന്ററിലെ കാറ്ററിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന 24 വനിതാ തൊഴിലാളികളും തങ്ങളുടെ സൗകര്യത്തിനും താല്പര്യത്തിനും അനുസരിച്ചാണ് തലയിൽ തട്ടം അല്ലെങ്കിൽ ഷോൾ ധരിച്ചത് എന്നുമാണ്. ജീവനക്കാരുടെ നെറ്റിലെ സിന്ദൂരപ്പൊട്ട് മായ്ക്കാൻ മാനേജ്മെന്റ് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ല എന്നും അവർ വാദിക്കുന്നുണ്ട്. സാധാരണ കാറ്ററിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഭക്ഷണത്തിൽ മുടി വീഴാതിരിക്കാൻ ഹെഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഷോൾ സാധാരണ ഒരു ശുചിത്വ പരിപാലന രീതി മാത്രമാണ്. അത് ഇതിനെയാണ് മതപരമായ രീതിയിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചത് എന്ന ന്യായവാദവും ഉയർത്തുന്നുണ്ട്. എന്തൊക്കെ ന്യായവാദം ഉയർത്തിക്കാട്ടിയാലും ഹിന്ദു സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ച് തലയിൽ തട്ടമിടിച്ച് കാറ്ററിംഗ് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ശക്തമായ അന്വേഷണം ആവശ്യമാണ് എന്നും ഭാസ്കരൻ നായർ അജയൻ പറയുന്നു. ഇങ്ങനെ ഒരു സംഭവം ബാധിക്കപ്പെട്ടത് ഹിന്ദു പെൺകുട്ടികളായതുകൊണ്ട് ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ് എന്നിവർ അറിഞ്ഞിട്ടില്ല, കേസില്ല, ഞെട്ടലില്ല, കണ്ണീരില്ല. എന്നാൽ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ? ഒരു തട്ടമിട്ട സ്ത്രീയുടെ തട്ടം മാറ്റി സെറ്റ് സാരി ഉടുപ്പിച്ച് സിന്ദൂരം തൊടിയിച്ച് കാറ്ററിംഗ് ജോലിക്ക് നിർത്തിയിരുന്നു എങ്കിൽ ഡിവൈഎഫ്ഐ, AIYF, യൂത്ത് കോൺഗ്രസ്, MSF തുടങ്ങിയ യുവജന സംഘടനകൾ പർദ ബുർഖ ഫെസ്റ്റ് സംഘടിപ്പിക്കുമായിരുന്നില്ലേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഹിന്ദുക്കൾ ഒരുമിക്കണം. ഹിന്ദുവിനെ മതപരമായി മുറിവേൽക്കുമ്പോൾ ചോദിക്കാൻ ആള് വേണം. എല്ലാ സംഭവങ്ങൾക്കും RSS തന്നെ ഇടപെടണം എന്ന് വെച്ചാൽ. ഇങ്ങനെയാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ ആരും സ്വന്തം ഇഷ്ടത്തോടെ ആണ് എല്ലാവരും
നെറ്റിയിലെ സിന്ദൂരപ്പൊട്ട് മാച്ചതും തട്ടമിട്ടതും എന്നൊക്കെ കോഴിക്കോട് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ യു പിയിൽ നിന്നും കേട്ട ഈ സംഭവത്തിലും ചില വാദങ്ങൾ ഉയരാം. അതായത് ചില സിനിമാ ഗാനങ്ങൾ നൃത്തമാക്കുമ്പോൾ അല്ലെങ്കിൽ നൃത്ത രൂപം അതിന് സമ്മാനിക്കുമ്പോൾ ആ രംഗത്തിന് അനുസൃതമായ രീതിയിലുള്ള വേഷവിധാനങ്ങൾ ആവശ്യമാണ്. ആ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന വേഷവിധാനം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇത് യോഗിയുടെ ധാർഷ്ട്യമാണ്. ഈ രീതിയിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരാം. എന്ത് തന്നെയായാലും ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ബുർഖ ധരിച്ച ഒരു നൃത്തരൂപം ഒരു ഹിന്ദു പെൺകുട്ടി അവതരിപ്പിക്കുന്നത് പുതുമയുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു വേഷം ധരിച്ചു വരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത്തരത്തിലുള്ള കാര്യം മറ്റൊരു മതത്തിനെ മുറിവേൽപ്പിക്കുക എന്ന ആ ഒരു ഗൂഢലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണെങ്കിൽ അത് ശരിയല്ല എന്ന രീതിയിലാണ് ഈ പ്രതികരണം ഉയരുന്നത്. എന്തായാലും എല്ലായിടത്തും നമുക്ക് വേണ്ടത് സമാധാനം തന്നെയാണ്, സ്വാഭിമാനം. ശ്രീ ഭാസ്കരൻ നായർ അജയൻ പറഞ്ഞതുപോലെ ഒരു ഹിന്ദുവിന് സ്വാഭിമാനം അനധികൃതമായി ഒന്നും നേടാനോ വർഗീയത പ്രചരിപ്പിക്കാനോ ആക്രമണം നടത്താനോ ഒന്നുമല്ല. പക്ഷേ ഹിന്ദുവിന് അവൻ്റെതായ ഒരു അഭിമാനം വേണം എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. അത്രമാത്രം ഇതിൽ കണ്ടാൽ മതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.